മമ്മിയെ കാണാൻ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് വന്നോ? വന്നു. ദാ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആരാ അത്? അവന്തിക. നമ്മളുടെ സെയിം ഫീൽഡാ. ഓ, എന്തായാലും എന്റെ മമ്മിയുടെ ഏഴായാലെത്തില്ല. ഒരു റിക്വസ്റ്റ് ആണ്. ആ പ്ലോട്ടിൽ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്യാത്ത സ്ഥിതിക്ക് ആ സ്ഥലം എനിക്ക് വിട്ടുതരാൻ പറ്റുമെങ്കിൽ. എങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ? നമ്മൾ രണ്ടുപേർക്കും ഒരുപാട് സമാനതകളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരേ ഫീൽഡിൽ തന്നെ സ്വയം ഉയരങ്ങൾ വെട്ടിപ്പിടിച്ചു വന്ന രണ്ട് വനിതകൾ. അതൊക്കെ കൊണ്ടായിരിക്കാം എന്തോ ഒരു അടുപ്പവും ആത്മബന്ധവും ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇത്രയും സ്വാതന്ത്ര്യം എടുത്ത് ചോദിച്ചത്. സിത്താരയ്ക്ക് സമ്മതമില്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് വാസ് ജസ്റ്റ് എ റിക്വസ്റ്റ്. ഐ ഡോണ്ട് മൈൻഡ്. അവന്തികയ്ക്ക് ആ പ്ലോട്ടിനോട് അത്രയും മോഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മാറി തന്നേക്കാം. യു ക്യാൻ ഹാവ് ഇറ്റ്. താങ്ക്സ് സിത്താര, താങ്ക് യു സോ മച്ച്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇൻ ഫ്യൂച്ചർ എനിക്കും ഇതുപോലൊരു ആവശ്യം വന്നാ എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാലോ. ഉറപ്പായിട്ടും എന്ത് സഹായത്തിനും ഏത് നേരത്തും എന്നെ സിത്താരയ്ക്ക് വിളിക്കാം. ഞാനുണ്ടാവും. ഓക്കെ. എന്റെ മോളുടെ പേരില് ഇവിടെ ഒരു പൂജയുണ്ട്. അത് കഴിഞ്ഞ് തിരികെ ചെന്നിട്ട് സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഞാൻ നോക്കാം. മതി, ധാരാളം മതി. എന്തായാലും അവന്തിക ഇവിടെ വരെ വന്നതല്ലേ, പൂജയിൽ പങ്കെടുത്തിട്ട് പോവാം. എന്റെ മോളെ പരിചയപ്പെടുകയും ചെയ്യാലോ. അല്ല, മോളെവിടെ? അവള് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി. നാളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ആയിക്കോട്ടെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തായി മാഡം? എന്താവാൻ, മോഹിച്ചതെന്തും സ്വന്തമാക്കിയ ചരിത്രമേ അവന്തികയ്ക്കുള്ളൂ എന്ന് മൂർത്തിക്ക് അറിയാവുന്നതല്ലേ? അതെനിക്കറിയാം. എന്നാലും ഇത്തവണ മാഡം എന്ത് വിദ്യയാണ് പ്രയോഗിച്ചത്? ഒരു വിദ്യ ഉപയോഗിക്കേണ്ടി വന്നില്ല. ചോദിച്ചപ്പോ തന്നെ അവരതിന് സമ്മതിച്ചു. അവരെന്നെ പോലെയല്ല, ഡീസന്റാ. അല്ല, ഇനി ചെയ്യേണ്ടത് അവരുടെ മനസ്സ് മാറുന്നതിന് മുമ്പ് അത് മാഡത്തിന്റെ പേരിൽ എഴുതിപ്പിക്കണം. അതിന് ഈ സിത്താരയുടെ മോളുടെ പൂജയൊക്കെ കഴിയണം. വാ മൂർത്തി. തൊട്ടു പോരുത്. അടിച്ചാലേ തിരിച്ചു അടി വാങ്ങേണ്ടി വരും. അല്ലാതെ ഞങ്ങളുടെ കയ്യെ മാങ്ങ പറിക്കാനൊന്നും പോവില്ല. ഇതവളല്ലേ? ഇവക്കെന്താ സിത്താരയുടെ റൂമിൽ കാര്യം? മോള് പൂജയുടെ കാര്യമെല്ലാം പൂജാരിയുടെ അടുത്ത് ചോദിച്ചോ? എല്ലാം വിശദമായിട്ട് തന്നെ ചോദിച്ചു. മമ്മി കൂടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. മമ്മിയെ കാണാൻ ഒരു ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് വന്നോ? വന്നു. ദാ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ആരാ അത്? അവന്തിക. നമ്മളുടെ സെയിം ഫീൽഡാ. ഓ, എന്തായാലും എന്റെ മമ്മിയുടെ ഏഴായാലെത്തില്ല. അല്ല, അവരെന്തിനാ ഇങ്ങോട്ട് വന്നേ? സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്ഥലത്തിന് നമ്മൾ അഡ്വാൻസ് കൊടുത്തില്ലായിരുന്നോ? അതിപ്പോ അവർക്ക് വേണമെന്ന്. എന്നിട്ട് മമ്മി എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാൻ, എടുത്തോളാൻ പറഞ്ഞു. എന്തിനാ മമ്മി അങ്ങനെ പറഞ്ഞേ? നവീനോട് ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞ പോരായിരുന്നില്ലേ?
ഇവൾ വിളഞ്ഞ വിത്താണല്ലോ മാഡം. ഒരാള് ആദ്യമായിട്ടൊരു കാര്യം ചോദിക്കുമ്പോ എങ്ങനെയാ നമ്മൾ നോ പറയാ? നോ പറയേണ്ട സ്ഥലത്ത് നമ്മൾ നോ തന്നെ പറയണം മമ്മി. എന്തായാലും നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാം. അതെങ്ങനെയാ മോളെ? വാക്കുകൊടുത്ത് എങ്ങനെയാ മാറ്റുന്നേ? വാക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ, എഗ്രിമെന്റ് ഒന്നും ആയിട്ടില്ലല്ലോ. വാക്കേ മാറ്റാനുള്ളത് തന്നെയാ. ഞാനും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ഥലം വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. മാം, നാളെ രാവിലെ പൂജയ്ക്ക് പോകാനുള്ളതല്ലേ? ഇതുവരെ ഡിന്നർ പോലും കഴിച്ചില്ലല്ലോ. ആ, മാം വന്ന് കഴിക്കും. വാ. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിച്ച് തീരുമാനിക്കാം. നീ ഡിന്നർ കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. അപ്പൊ വഴിയിലിട്ട് എന്നെ അപമാനിച്ചത് സിത്താരയുടെ മോള് തന്നെ ആയിരുന്നു. മാഡത്തിനെ തിരിച്ചറിഞ്ഞിട്ടായിരിക്കുമോ ഇനി അവള് സ്ഥലം കൊടുക്കണ്ടെന്ന് പറഞ്ഞത്? അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും അവക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് മൂർത്തി. നമസ്കാരം. നമസ്കാരം. ഇന്ന് ദമ്പതി പൂജയുടെ ആദ്യ ദിവസം. രാഹുകാലത്തിന് മുന്നേ പൂജ തുടങ്ങും. സാറിനോടും മേഡത്തിനോടും തിരുമേനി വരാൻ പറഞ്ഞു. ആ ശരി, ഞങ്ങൾ ഒരു അരമണിക്കൂറിനകത്ത് എത്തിയേക്കാം. ശരി. എടോ, പൂജയ്ക്ക് ചെല്ലാൻ തിരുമേനി ആളെ പറഞ്ഞു വിട്ടു. ദമ്പതി പൂജയുടെ ആദ്യ ദിവസമാണത്രേ. താൻ റെഡിയാവും, നമുക്ക് പോവാം. ഗോകുൽ, ഞാനൊരു കാര്യം പറഞ്ഞാ ഒന്നും തോന്നരുത്. എന്താടോ? എനിക്കെന്തോ ഒരു വയ്യായിക പോലെ.